എൻ്റെ പുറകിൽ കാണുന്നതാണ് 2024 സാംസങ് പുറത്തിറക്കിയിട്ടുള്ള അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 4K OLED TV. വൺ ഓഫ് ദ ബെസ്റ്റ് ടി വി ആണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഗ്ലെയർ ഫ്രീ ടെക്നോളജിയും. ആൻഡ് ഈ ടി വിയുടെ റിഫ്രഷ് റേറ്റ് എത്രയെന്ന് അറിയാമോ? 144 ഹെർട്സ്. അത് മാത്രമല്ല, ഈ ടി വിയുടെ തിക്നെസ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെക്കാളും തിന്നാണ്. സോ ലെറ്റ്സ് ഡൈവ് ഡീപ്പ് ഇൻ ടു ദ വീഡിയോ. എന്തൊക്കെയാണ് ഈ ടി വിക്കകത്ത് വരുന്ന കൂടുതൽ വിശേഷങ്ങളെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടി വി നമ്മുടെ സ്റ്റുഡിയോക്കകത്ത് വന്നതിന് ശേഷം മൊത്തത്തിലുള്ള ഒരു വൈബ് തന്നെ മാറി. കാരണം ഇവിടെ വന്ന് കയറുന്നവരെല്ലാം ഈ ടി വിനെ നോക്കി ഇങ്ങനെ അമ്പരന്നിരുന്നിട്ടാണ് പിന്നെ അങ്ങോട്ട് വേറെ പരിപാടിക്കൊക്കെ പോകുന്നത്. ഈ ഒരു ടി വി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമോ? ഇതിന് റിഫ്ലക്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഒരു ആൻറ്റി ഗ്ലെയർ ടെക്നോളജി, ഒരു കോട്ടിങ് അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈഡിൽ നിന്ന് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് ടി വികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് ടി വികൾക്ക് ഒരു റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സർഫസും ഈ ഒരു 2024 സാംസങ് ഓലഡിന് ഒരു മാറ്റ് സർഫസുമാണ് വരുന്നത്. 55 ഇഞ്ച് മുതൽ 77 ഇഞ്ച് വരെ ഈ ഒരു ടി വിയുടെ സൈസ് നമുക്ക് അവൈലബിൾ ആണ്. അതുമാത്രമല്ല, ഈ ആൻറ്റി ഗ്ലെയർ ടെക്നോളജി വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടി വി ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും നേരിട്ടിട്ടുള്ളൊരു പ്രശ്നമാണ്. നമ്മുടെ ടി വി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുറകിലൊരു ജനൽ കാണും, അല്ലെങ്കിൽ സൈഡിലൊരു ജനൽ കാണും. നട്ടുച്ച സമയത്തൊക്കെ ഈ ജനലിൽ നിന്ന് വെയിൽ ഇങ്ങനെ അടിച്ചിട്ട് ടി വി കാണാൻ പറ്റൂല റിഫ്ലക്ഷൻ കൊണ്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. വിവിഡ് ആയിട്ടുള്ളത്, ഷാർപ്പൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് പ്രിസൈസ് ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ലുക്ക് അറ്റ് ദ ബ്യൂട്ടി. ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റി കൊണ്ടാണ് ഈ ഒരു ഫ്രെയിമിൽ നമുക്കിങ്ങനെ ഭയങ്കര ഇമേഴ്സീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി ഈ ഒരു ടി വിക്കകത്ത് ഒരു AI ചിപ്സെറ്റ് ഉണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം. അതിൻ്റെ എൻഹാൻസ്മെൻറ്റും അതിൻ്റെ AI പ്രോസസ്സിംഗ് ഒക്കെ കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണേ. ആൻഡ് ഈ ടി വിയുടെ ഫ്രണ്ടിൽ വന്ന് നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ മൂവ്മെൻ്റ് ഉള്ള വീഡിയോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് പെട്ടതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. 2024 സാംസങ് ഓൾറെഡിൻ്റെ അകത്ത് കഴിഞ്ഞ ടി വികളെക്കാളും 20% ബ്രൈറ്റർ ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ബ്രൈറ്റ്നസ് 20% അവർ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഡീപ്പർ ആയിട്ടുള്ള ബ്ലാക്കും നല്ല കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഇമേജസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ബ്ലാക്സ് എല്ലാം കുറച്ചുകൂടി നല്ല ഡീപ്പും ബ്രൈറ്റ് ആയിട്ടുള്ള പാട്ടുകളെല്ലാം കുറച്ചുകൂടി നല്ല ബ്രൈറ്റും ആയിരിക്കും. ഈ ഒരു ടി വിക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാംസങ്ങിൻ്റെ തന്നെ NQ4 AI Gen 2 പ്രോസസ്സർ ഉണ്ട്. അതായത് ഇതിൻ്റെ തൊട്ട് മുന്നുള്ള വേർഷൻ ആയിരുന്നു നമ്മുടെ NeoQ LED-കകത്ത് ഉണ്ടായിരുന്നത്. അതും നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടൺ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം. ഈ ഒരു ടി വിക്കകത്തുള്ള പ്രോസസ്സറിൽ 20 ന്യൂറൽ നെറ്റ്വർക്ക്സും അതുപോലെ തന്നെ 4 മടങ്ങ് നമ്മുടെ NPU സ്പീഡെല്ലാം ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് റിയൽ ടൈം ഡെപ്ത് എൻഹാൻസറും അതുപോലെ തന്നെ OLED HDR Pro എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ആ ഒരു ഫീച്ചേഴ്സ് എങ്ങനെയാണ് ഉപയോഗം വരുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിനകത്തുള്ളൊരു ഫീച്ചറാണ് റിയൽ ഡെപ്ത് എൻഹാൻസർ. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ റിയൽ ലൈഫിൽ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മുടെ കണ്ണ് റിയാക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മിറർ ചെയ്തെടുക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ഫ്രെയിം ഈ ഒരു വീഡിയോ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിനെയും ഫോർഗ്രൗണ്ടിനെയും ഒന്ന് പോപ്പ് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് പോപ്പ് ചെയ്തെടുത്ത് നമുക്ക് ആ ഒരു റിയൽ ആയിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതേ ഫീല് തരിക എന്നുള്ളതാണ് ഈ റിയൽ ടൈം ഡെപ്ത് എൻഹാൻസർ ചെയ്യുന്നത്. ശരിക്കും ഈ സാധനം നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്ന് ടി വിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും എന്തോ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇതൊരു ടി വി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമ്മളൊരു വിൻഡോയ്ക്കകത്ത് നോക്കുന്നത് പോലെയുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് അത് AI വെച്ചിട്ടുള്ള പരിപാടിയാണ്. സാംസങ് ഓലഡിൻ്റെ S95D എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെ അകത്ത്, അതായത് ഈ ഒരു എൻ്റെ കയ്യിലുള്ള ഈ ഒരു വേർഷൻ്റെ അകത്ത് 144 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഗെയിമേഴ്സ് നിങ്ങളുടെ കൺസോൾ അല്ലെങ്കിൽ നിങ്ങളുടെ PS5 നിങ്ങളുടെ Xbox കണക്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യേണ്ട ബെസ്റ്റ് മോണിറ്റർ ഏതാണെന്ന് അറിയാമോ? അത് ഇതാണ്. 55 ഇഞ്ചിൽ 4K ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് 144 ഹെർട്സിൽ ഗെയിം ചെയ്യാൻ പറ്റും. ലോകത്തിൽ തന്നെ ആദ്യത്തെ മോഷൻ ആക്സിലറേറ്റർ 4K 144 ഹെർട്സ് പാനലാണ് ഈ ടി വിക്കകത്തുള്ളത്. ആൻഡ് ഗെയിം കളിക്കുന്നതിൻ്റെ പൊന്നു മോനെ, ഞാൻ ഈ ഒരു ടി വിയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് അതിനകത്ത് കണക്ട് ചെയ്ത് വയ്ക്കുക. ആൻഡ് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എല്ലാം എനിക്കിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പലതവണയായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കും. ലാപ്ടോപ്പാണോ കമ്പ്യൂട്ടറാണോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് വയ്ക്കുക ആൻഡ് ഗെയിം ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ Forza Horizon 5 ആൻഡ് ഇനി ഇറങ്ങാൻ പോകുന്ന F1 2024 ഇതെല്ലാം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഈ ടി വിക്കകത്താണ്. ബിക്കോസ് ഇത്രയും വലിയൊരു സ്ക്രീനും കിട്ടും, ഇത്രയും വലിയൊരു പാനലും കിട്ടും. ആൻഡ് അൾട്രാ സ്മൂത്ത്, ഒരു രക്ഷയില്ലാത്ത സ്മൂത്തായിട്ടാണ് നമുക്ക് ഇതിനകത്ത് ഗെയിം വർക്ക് ആവുന്നത്. പല മോണിറ്റേഴ്സ് ട്രൈ ചെയ്ത സമയത്ത് ഞാൻ നേരിട്ടൊരു പ്രശ്നമാണ് സ്ക്രീൻ ടയറിങ് എന്ന് പറയുന്നത്. ആ പരിപാടി പോലും ഇതിനകത്തില്ല. സൂപ്പർ. അതുപോലെ തന്നെ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തൊരു ഫീച്ചറാണ് OLED HDR Pro എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ ഒരു പാനലിൻ്റെ അകത്തുള്ള ഓരോ പിക്സൽസിനെയും ഇൻഡിവിജ്വലി ബ്രൈറ്റർ ആയിട്ട് അലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിപാടി. ഈ ഒരു പാനലിൻ്റെ അകത്തുള്ള ഓരോ പിക്സലിനെ മാക്സിമം ബ്രൈറ്റ്നെസ്സിലേക്ക് മാക്സിമം കോൺട്രാസ്റ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫീച്ചർ ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പ് ഡാർക്കും കിട്ടും, നല്ല ബ്രൈറ്റും കിട്ടും. ഇപ്പോൾ വൈറ്റ് ഉള്ള ഭാഗങ്ങളെല്ലാം സൂപ്പർ വൈറ്റ് ആയിരിക്കും, ബ്ലാക്ക് ഉള്ള ഭാഗങ്ങളെല്ലാം സൂപ്പർ ബ്ലാക്ക് ആയിരിക്കും, ആൻഡ് കുറച്ചുകൂടി നല്ല കാണാൻ രസമുണ്ടായിരിക്കും. സാംസങ് OLED 2024 പാൻറ്റോൺ വാലിഡേറ്റഡ് ആണ്. 2030 പാൻറ്റോൺ കളേഴ്സാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് കുറേ സ്കിൻ കളേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ കളർ അക്യുറസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് സാംസങ് ഐ കംഫർട്ട് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ റൂമിൻ്റെ അകത്തേക്ക് വരുന്ന ലൈറ്റിനനുസരിച്ച് ഇതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്തുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു സ്റ്റുഡിയോ നമ്മൾ എന്താണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് മൊത്തം ഡാർക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ഡാർക്ക് ആവുന്ന സമയത്ത് നമ്മൾ എന്താണ് ഒരുപാട് ബ്രൈറ്റ്നസ് ആണെന്നുണ്ടെങ്കിൽ എനിക്കിത് ഈ ഒരു ടി വിയുടെ അടുത്ത് നിന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല, എൻ്റെ കണ്ണൊക്കെ അടിച്ചു പോകും. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങനെ നോക്കാം, കംഫർട്ടബിൾ ആയിട്ട് നോക്കാൻ പറ്റും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ആംബിയൻ ലൈറ്റിനനുസരിച്ച് ഇത് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇനിയിപ്പോൾ രാവിലെയാണ് അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ലൈറ്റ് ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ആവും. എക്സ്പേർട്ട് കാലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് പ്രൊഫഷണൽ ഗ്രേഡ് കളർ ആക്യുറസി നമ്മുടെ ഈ ടി വിക്കകത്ത് കൊണ്ടുവരാം. മേ ബി നിങ്ങൾക്കത് കളർ ഗ്രേഡ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായിരിക്കാം. ഇതിൻ്റെ അകത്ത് മൾട്ടി ഡയറക്ഷണൽ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചറാണ് ഇതിൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിൽ വരുന്നത്. 70 വാട്ട്സിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് വരുന്നത്. മൾട്ടി ഡയറക്ഷണൽ സൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോൾബി അറ്റ്മോസ് പോലെ തന്നെ ഇതിനകത്ത് ഓരോ സബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സൗണ്ട് മൂവ് ചെയ്യും. അതായത് മേ ബി ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നതും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതും മേളിലേക്ക് പോകുന്നതുമായിട്ടുള്ളത്. ഇപ്പം ഞാനിതിൻ്റെ സൗണ്ട് ഓണാക്കി വെച്ചിട്ടില്ല, ഓഫാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. സൗണ്ട് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ മൃഗങ്ങളൊക്കെ ഈ സൈഡിൽ നിന്ന് ഓടി വരുന്നതൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. സാംസങ്ങിൻ്റെ തന്നെ ക്യൂ സിമ്പണി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ് സൗണ്ട് ബാർ ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി, അതായത് ടി വിയുടെ സ്പീക്കേഴ്സും നമ്മുടെ സൗണ്ട് ബാറിൻ്റെ സ്പീക്കേഴ്സും കൂടി അലൈൻ ചെയ്ത് ഭയങ്കര നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാൻ ഈ ഒരു ടി വിക്കകത്ത് ലൈക്ക് ഈ സീരീസൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, അത് ഓരോ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോഴും ഓരോ രീതിയിലാണ് അതിനകത്ത് സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ളത് അല്ലേ. എന്നാൽ ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് വോയിസ് ആംപ്ലിഫയർ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചറുണ്ട്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ AI ടെക്നോളജി യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ഡയലോഗ്സ് എല്ലാം എത്രയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിലും ഡയലോഗ്സ് എൻഹാൻസ് ചെയ്തായിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു വീഡിയോയ്ക്കകത്ത് ഡയലോഗുകളെല്ലാം ഭയങ്കര സട്ടിലാണ് അല്ലെങ്കിൽ സൗണ്ട് കുറവാണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല, നമുക്ക് ഈ ടി വി കറക്റ്റായിട്ട് പോപ്പ് ചെയ്ത് കൊണ്ടുവരും. സാംസങ് TV പ്ലസ് ഇതിനകത്ത് എടുത്ത് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. 100-ലധികം TV ചാനൽസ് ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഓൺ ഡിമാൻഡഡ് മൂവീസ് എല്ലാം അതിനകത്ത് കാണാൻ പറ്റും. എക്സ്ട്രാ സബ്സ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. കേബിളും നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സാംസങ് TV പ്ലസ് ഉപയോഗിക്കാം. ഇനി ഗെയിമിങ്ങിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിനകത്തൊരു കൺസോൾ പോലും കണക്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. അതായത് ക്ലൗഡ് ഗെയിമിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് മാത്രമേ ഉള്ളൂ. അതും ഒരു കൺട്രോളറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടി വിക്കകത്ത് നിന്ന് കിടിലമായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. ആക്ച്വലി ഈ ഒരു ടി വിയുടെ ലോഞ്ച് ഇവന്റിന് പോയ സമയത്ത് അവിടെ നല്ല ഇൻ്റർനെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം നിങ്ങൾക്കൊരു കമ്പ്യൂട്ടറിൻ്റെ സഹായം ഇല്ലാതെ ഇൻ്റർനെറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ലോകത്തിൻ്റെ എവിടെ ഇരുന്നും ഹൈ ക്വാളിറ്റിയിൽ ഗെയിം കളിക്കാൻ പറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഫീലാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ക്ലൗഡ് ഗെയിമിംഗ് ട്രൈ ചെയ്തിരിക്കണം. ദ ഫ്യൂച്ചർ അവിടെയാണ്. പിന്നെ നമുക്ക് കുറച്ച് ഗെയിമിംഗ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഗെയിം ബാർ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ FreeSync പ്രീമിയം പ്രോ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് അൾട്രാ സ്മൂത്ത് ആയിട്ട് ഹൈ ക്വാളിറ്റി ഹൈ ഡൈനാമിക് റേഞ്ചിലുള്ള ഗെയിം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. സ്ക്രീൻ ടയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ. ഗെയിം ബാർ ഫീച്ചറിനകത്ത് നമുക്ക് മിനി മാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആൻഡ് നമ്മുടെ നിയോക്യൂ LED ടി വിക്കകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. സാംസങ്ങിൻ്റെ തന്നെ AI എനർജി സേവർ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. സോ ഈ ഒരു മോഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആംബിയന്റ് ലൈറ്റിനനുസരിച്ച് നമ്മുടെ യൂസേജിനനുസരിച്ചും ബ്രൈറ്റ്നസിന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാക്സിമം പവർ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അതുമാത്രമല്ല സെക്യൂരിറ്റിക്ക് സാംസങ് നോക്സ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ സാംസങ് നോക്സിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് ആയാലും നിങ്ങളുടെ പാസ്വേഡ്സ് ആയാലും ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും എല്ലാം ലോക്ക്ഡ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും. ആസ് ഓൾവേസ് ഫൈനലി ഈ ഒരു റിമോട്ട്
ഇതൊരു സോളാർ റിമോട്ടാണ്. ഇത് ആക്ച്വലി സൺലൈറ്റിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡോർ ലൈറ്റിൻ്റെയും ഹെൽപ്പോട് കൂടിയാണ് റീചാർജ് ആവുന്നത്. അപ്പോൾ ബാറ്ററി നിങ്ങൾ ഇട്ടിട്ട് ഊരിക്കളയേണ്ട ആവശ്യമില്ല. സോ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിമോട്ട്. സാംസങ് ഇങ്ങനെയുള്ള കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് വൺ ഓഫ് ദ കംഫർട്ടബിൾ റിമോട്ട് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഞാൻ ഒരുപാട് TVs യൂസ് ചെയ്തു, ഫ്രെയിം യൂസ് ചെയ്തു, നിയോ QLED യൂസ് ചെയ്തു, അതുപോലെ തന്നെ QLED യൂസ് ചെയ്തു, OLED യൂസ് ചെയ്തു. ഇതിനകത്തു നിന്നെല്ലാം എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ദിസ് റിമോട്ട് ഈസ് വെരി ഗുഡ്. ഭയങ്കര എഫിഷ്യൻ്റ് ആണ്, ഭയങ്കര കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. അതുമാത്രമല്ല ഈ ഒരു TVക്ക് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ ഈ ഒരു നമ്മൾ ഈ ഓരോ ഓപ്ഷൻസിലേക്ക് സ്ക്രോൾ ചെയ്യൂലേ, എന്ത് സ്മൂത്ത് ആണെന്നറിയാമോ. ആ 144 Hz ലൈക്ക് കില്ലിങ് ഇറ്റ്. ഓക്കെ, എന്തിങ്ങനെ ഓടി ഒഴുകി പോകുന്നുണ്ട്. കണ്ടോ 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 കണ്ടോ, ദിസ് ഈസ് വെരി ഗുഡ്. ആ ഒരു ഒഴുക്കാണ് വേണ്ടത്. അതാണ് ആ ഒരു UIയുടെയൊക്കെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 മോഡൽ OLED TV. ആൻഡ് എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ തിന്നസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു TV. കാരണം നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും, കിഡിലുമായിട്ട് ഗെയിം കളിക്കാൻ പറ്റും, നിങ്ങൾക്ക് TV കാണാൻ പറ്റും. ആൻഡ് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ കളേഴ്സ് വിച്ച് ഈസ് വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിനകത്ത് ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് പ്ലേ ചെയ്ത് കഴിഞ്ഞാലും AI പ്രോസസ്സർ അതിനെ എൻഹാൻസ് ചെയ്ത് ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റും. അതായത് പ്രോസസ്സ് ചെയ്ത് അതിനെ അപ്സ്കെയിൽ ചെയ്ത് കൊണ്ടുവരും. എന്തൊക്കെയാണ് നോക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഈ TVനെ കുറിച്ചുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ബൈ.